ഹായ് ആൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നവംബർ 20-ലേതാണ്. നോക്കിയാലോ നമുക്ക്. 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം ഏത്? പന്ന വജ്രം. എന്താണ്? 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത്? പന്ന വജ്രം എന്ന് പറയുന്നത്. 2026-ലെ 31-ാം UN കാലാവസ്ഥാ ഉച്ചകോടി COP31ന്റെ വേദി തുർക്കി. 2026-ലെ 31-ാം UN കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദി തുർക്കിയാണ്. പെംബ്രൂറി വാക്സിൻ ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം വിയറ്റ്നാം. പെംബ്രോറി. എന്താണ്? പെംബ്രോറി വാക്സിൻ ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് അത് വിയറ്റ്നാമാണ്. കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറി സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം കളമശ്ശേരി. കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറി സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. 2025-ലെ ആന്റി മൈക്രോബിയൽ പ്രതിരോധ വാരത്തിന്റെ, അതായത് നവംബർ 18 മുതൽ 24 വരെ, അതിന്റെ പ്രമേയം എന്താണ്? 2025-ലെ ആന്റി മൈക്രോബിയൽ പ്രതിരോധ വാരത്തിന്റെ പ്രമേയം ആക്ട് നൗ, പ്രൊട്ടസ്റ്റ് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ. എന്താണ്? ആക്ട് നൗ, പ്രൊട്ടസ്റ്റ് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേജ് ഒന്നുകൂടെ നോക്കാം. 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം ഏതാണ്? പന്ന വജ്രം. 2025 നവംബറിൽ എന്ത് ലഭിച്ചു? ഭൗമസൂചിക പദവി ലഭിച്ചു. എവിടത്തെ ഉൽപ്പന്നാണിത്? ഈ പന്ന വജ്രം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഉൽപ്പന്നമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2026-ലെ 31-ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ്. അപ്പം തുർക്കി എത്രാമത്തെ UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണെന്ന് ചോദിച്ചാൽ 31-ാമത്തെ. ഓക്കെ, ഇനി പെംബ്രൂറി വാക്സിൻ ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം വിയറ്റ്നാമാണ്. ഓക്കെ, പെംബ്രൂറി വാക്സിൻ ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം വിയറ്റ്നാമാണ്. അപ്പൊ ഏത് വാക്സിനാണ്? പെംബ്രൂറി. ഓക്കെ, ഇനി കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറി സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം കളമശ്ശേരിയാണ്. കേരളത്തിൽ എന്താണ്? BPCL കൊച്ചി റിഫൈനറി സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലമാണ് കളമശ്ശേരി. 2025-ലെ ആന്റി മൈക്രോബിയൽ പ്രതിരോധ വാരത്തിന്റെ പ്രമേയം ആക്ട് നൗ, പ്രൊട്ടസ്റ്റ് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഈ ആന്റി മൈക്രോബിയൽ പ്രതിരോധ വാരം എന്ന് പറയുന്നത് എന്നാണ്? നവംബർ 18 to 24 അതിന്റെ പ്രമേയമാണ് എന്തെന്ന് പറയുന്നത്? ആക്ട് നൗ, പ്രൊട്ടസ്റ്റ് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ എന്നുള്ളത്. അടുത്തത് നോക്കാം. ബയോമെട്രിക് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന RFID ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ട് രാജ്യവ്യാപകമായി നിലവിൽ വരുന്നത് 2035 ജൂണിലാണ്. ബയോമെട്രിക് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന RFID ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ട് രാജ്യവ്യാപകമായിട്ട് നിലവിൽ വരുന്നത് 2035 ജൂണിലാണ്. ബയോമെട്രിക് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന RFID ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ട് രാജ്യവ്യാപകമായിട്ട് നിലവിൽ വരുന്നത് 2035 ജൂണിലാണ്. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമിയാണ്. അഷ്റഫ് ഹക്കീമിയാണ് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. 2025 നവംബറിൽ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി നടത്തുന്ന പൂർവി പ്രചണ്ഡ് പ്രഹാർ സൈനികാഭ്യാസത്തിന്റെ വേദി മേച്ചുക, അരുണാചൽ പ്രദേശിലെ മേച്ചുകയാണ്. 2025 നവംബറിൽ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി നടത്തുന്ന പൂർവി പ്രചണ്ഡ് പ്രഹാർ സൈനികാഭ്യാസത്തിന്റെ വേദി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായിട്ട് നടത്തുന്ന ആ സൈനിക അഭ്യാസം ഏതാണ്? പൂർവി പ്രചണ്ഡ് പ്രഹാറിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പൂർവി പ്രചണ്ഡ് പ്രഹാർ. അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാല് അത് മേച്ചുക, അരുണാചൽ പ്രദേശിലെ മേച്ചുകയാണ്. ഓക്കെ, ഇന്റർസ്റ്റെല്ലാർ മേഖലയിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് എത്തിയ 31 ബാർ അറ്റ്ലസ് അന്യഗ്രഹ പേടകം അല്ലെന്നും എന്താണ് വാൽനക്ഷത്രമാണെന്നും കണ്ടെത്തിയത്.
മനസ്സിലായോ? ഇന്റർസ്റ്റെല്ലാർ മേഖലയിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് എത്തിയ 31 അറ്റ്ലസ് അന്യഗ്രഹ പേടകം അല്ലെന്നും വാൽ നക്ഷത്രം ആണെന്നും കണ്ടെത്തിയത് നാസയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. അടുത്തത് മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് ആണ്. മെക്സിക്കൻ മോഡലാണ് ഫാത്തിമ ബോഷ്. മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം ഈ ഒരു പേജ്. ബയോമെട്രിക് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന RFID ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ട് രാജ്യവ്യാപകമായിട്ട് നിലവിൽ വരുന്നത് 2035 ജൂണിലായിരിക്കും. ദെൻ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമി. 2025 നവംബറിൽ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി നടത്തുന്ന പൂർവി പ്രചണ്ഡ് പ്രഹാർ സൈനികാഭ്യാസത്തിന്റെ വേദി എന്ന് പറയുന്നത് എന്താണ്? മേച്ചുക, അരുണാചൽ പ്രദേശ്. ഇന്റർസ്റ്റെല്ലാർ മേഖലയിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് എത്തിയ 31 അറ്റ്ലസ് അന്യഗ്രഹ പേടകം അല്ലെന്നും എന്താണ്? വാൽ നക്ഷത്രം ആണെന്നും കണ്ടെത്തിയത് അത് നാസയാണ്. ഓക്കെ, മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് ആണ്. മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് ആണ്. മെക്സിക്കൻ മോഡലാണ് എന്നുള്ളത് കൂടെ ഓർത്തു വച്ചേക്കാം. ഇനി എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ചിൽഡ്രൻസ് 2025 എൻഡിങ് ചൈൽഡ് പോവർട്ടി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന യൂണിസെഫ് ആണ്. യൂണിസെഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ് സിന്ധിയ മെക്കഫ്രൈ എന്താണ്? യൂണിസെഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ഓക്കെ, സിന്ധിയ മെക്കഫ്രൈ. ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ചിൽഡ്രൻസ് 2025 എൻഡിങ് ചൈൽഡ് പോവർട്ടി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടനയാണ് യൂണിസെഫ്. അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ പെംബ്രോറി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പെംബ്രോറി എന്താണ്? അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ ആണ് പെംബ്രോറി എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യ വികസിപ്പിച്ച ആദ്യ ക്യാൻസർ വാക്സിൻ ആണ് എൻഡറോമിക്സ് ആദ്യ വാക്സിൻ ആണ് റഷ്യ വികസിപ്പിച്ചത്. ക്യാൻസർ വാക്സിൻ ആണെന്നുള്ളത് കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ പെംബ്രോറി. റഷ്യ വികസിപ്പിച്ച ആദ്യ ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്നത് അത് എൻഡറോമിക്സ്. ഓക്കെ, ഇനി എന്താണ്? 2025 നവംബറിൽ ഇന്ത്യയുടെ ഫിഫ ഫുട്ബോൾ റാങ്ക് 142. 2025 നവംബറിൽ ഇന്ത്യയുടെ ഫിഫ ഫുട്ബോൾ റാങ്ക് 142. 2016 ശേഷം ഇന്ത്യയുടെ ഏറ്റവും മോശം റാങ്കാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ പേജ് ഒന്നുകൂടെ നോക്കാം നമുക്ക് കേട്ടോ. ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ചിൽഡ്രൻസ് 2025 എൻഡിങ് ചൈൽഡ് പോവർട്ടി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന യൂണിസെഫ് ആണ്. അതുപോലെ യൂണിസെഫ് ഇന്ത്യയുടെ പ്രതിനിധി എന്ന് പറയുന്നത് സിന്ധിയ മെക്കഫ്രൈ ആണ്. അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ ആണ് പെംബ്രോറി എന്ന് പറയുന്നത്. റഷ്യ വികസിപ്പിച്ച ആദ്യ ക്യാൻസർ വാക്സിൻ ഏതായിരുന്നു? അത് എൻഡറോമിക്സ് ആയിരുന്നു. 2025 നവംബറിൽ ഇന്ത്യയുടെ ഫിഫ ഫുട്ബോൾ റാങ്ക് 142 ആണ്. 2016 ശേഷം ഇന്ത്യയുടെ ഏറ്റവും മോശം റാങ്കാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാം? ടെലഗ്രാം, അതായത് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള പോൾ എക്സാം 11:30 പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.